അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അൽഫായിസീന ബിറിദല്ലാഹ്. അമ്മാ ബഅദ്. അല്ലാഹുമ്മ അല്ലിംനാ മാ യൻഫഉനാ വൻഫഅനാ ബിമാ അല്ലംതനാ വസിദ്നാ ഇൽമൻ യാ കരീം. സുബ്ഹാനക ലാ ഇൽമ ലനാ ഇല്ലാ മാ അല്ലംതനാ ഇന്നക അൻതൽ അലീമുൽ ഹകീം. اللهم إنا نسألك علما نافعا ورزقا طيبا وعملا متقبلا. اللهم إنا نعوذ بك من علم لا ينفع ومن قلب لا يخشع ومن نفس لا تشبع ومن دعوة لا يستجاب لها. പ്രിയമുള്ള സഹോദരങ്ങളെ, സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മതം പഠിക്കാൻ കഴിയുക എന്നുള്ളത് ഒരു വലിയ തൗഫീഖാണ്. ആരെങ്കിലും അറിവ് അന്വേഷിക്കുന്ന ഒരാളാണെങ്കിൽ ആ അറിവ് അന്വേഷിക്കുന്ന ഒരാൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗത്തിലേക്കുള്ള വഴി എളുപ്പമാക്കി കൊടുക്കുമെന്നും അതുപോലെ തന്നെ അല്ലാഹുവിൻ്റെ മലായിക്കത്തുകൾ അവർക്ക് ചിറക് താഴ്ത്തി കൊടുക്കുമെന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. ഒരു ആലിമിനു വേണ്ടി ലോകത്തുള്ള മൃഗങ്ങൾ, ജന്തുജാലങ്ങൾ ഇസ്തിഗ്ഫാർ ചോദിക്കും എന്നും ഹദീസിൽ വന്നിട്ടുണ്ട്. ഒരു സമുദ്രം നമ്മൾ സങ്കല്പിക്കുകയാണെങ്കിൽ അതിൻ്റെ ആഴം നമുക്കറിയാം. കരലോകത്തേക്കാൾ വലുതാണ് സമുദ്രലോകം. അതിലെത്ര മീനുകളുണ്ടാകും? ആ മീനുകളൊക്കെ മതം പഠിച്ച ആൾക്ക് വേണ്ടി ഇസ്തിഗ്ഫാറിനെ ചോദിക്കും, പുറത്തു കൊടുക്കണേ എന്ന് പറയുമെന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇരിക്കുന്ന സദസ്സ് അങ്ങനെയുള്ള അറിവ് പഠിക്കാനുള്ള സദസ്സാണ്. ആ ഒരു നിയ്യത്തോടു കൂടി ആയിരിക്കണം ഞാനും നിങ്ങളും എവിടെ ഇരിക്കേണ്ടത്. അല്ലാഹു കൂടുതൽ പഠിക്കാൻ നമ്മൾക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. 19 വരികളാണ് നമ്മൾ ഈ ഒരു ഗ്രന്ഥത്തിൽ നിന്ന് വായിച്ചത്. അതിലവസാനമായി നമ്മൾ വായിച്ചത് വൽ അസ്ലു ഫീ മിയാഹിന ത്വഹാറ വൽ അർളി വസ്സിയാബി വൽ ഹിജാറ. ഇതാണ് നമ്മൾ വായിച്ചത്. വെള്ളം, ഭൂമി, വസ്ത്രം, കല്ല്, ഇവയുടെയൊക്കെ അസ്ല് അത് ശുദ്ധിയുള്ളതാണ് എന്ന് നമ്മൾ പറഞ്ഞു. ഇനി അല്ല എങ്കിൽ എന്ത് വേണം? പ്രത്യേകം തെളിവ് കൊണ്ടുവരണം. ഒരു വെള്ളം കണ്ടാൽ അത് വെള്ളമാകണം, ഒരു വെള്ളമാണ്. അപ്പം അതിൽ നമുക്ക് സംശയം തോന്നാണ്, നജസിൻ്റെ തുള്ളി വന്നിട്ടുണ്ടോ, നജസ് കലർന്നിട്ടുണ്ടോ ഇല്ലേ, നമുക്ക് സംശയമാണെങ്കിൽ അടിസ്ഥാനപരമായി അസ്ൽ എന്താണ്? ശുദ്ധി ഉണ്ട് എന്നുള്ളതാണ്. ഇനി ശുദ്ധി ഇല്ല എങ്കിൽ അതിന് തെളിവ് വേണം. അതിന് നിറം മാറുകയോ അല്ലെങ്കിൽ അതിൻ്റെ മണം മാറുകയോ രുചി മാറുകയോ വേണം. അപ്പം അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങളാണ് അതിനെ നീക്കാൻ. അതാണ് യഖീൻ. ആ യഖീനിനെ നീക്കാൻ ശക്കിനെ കൊണ്ട്, സംശയത്തെ കൊണ്ട് കഴിയുകയില്ല. ഒരു യഖീന് നീങ്ങണമെങ്കിൽ വേറൊരു യഖീന് വരണം. ഒരുറപ്പ് നീങ്ങണമെങ്കിൽ വേറൊരു ഉറപ്പ് വരണം. ഉറപ്പുള്ള ഒരു കാര്യം ഒരിക്കലും സംശയം കൊണ്ട് നീങ്ങുകയില്ല. അതാണ് അടിസ്ഥാനപരമായി നമ്മൾ പഠിച്ചിട്ടുള്ളത്. അതിൻ്റെ ബാക്കിയാണ് ഇതൊക്കെ. ഇന്ന് നമ്മൾ ഇൻഷാ അല്ലാഹ് അതുപോലെ അടിസ്ഥാനപരമായി തന്നെ ഹറാമാണ്, അതിൻ്റെ വിധി അടിസ്ഥാനപരമായി ഹറാമാണ്. ഇനി അത് ഹലാലാകണമെങ്കിൽ പ്രത്യേകം എന്ത് വേണം? തെളിവ് വേണം. അതിനുള്ള കുറച്ച് 2 വരികളാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ ഉദ്ദേശിക്കുന്നത്. വൽ അസ്ലു ഫിൽ അബ്ദാഇ വൽ ലൂഹൂമി والنفس والأموال للمعصوم تحريمها حتى يجيء الحل فافهم هداك الله ما يمل. വൽ അസ്ലു, അതിൻ്റെ അർത്ഥം പറയാം നമുക്ക്. ഈ വരിയുടെ അർത്ഥം വൽ അസ്ലു, അടിസ്ഥാനം. നിങ്ങൾ ശ്രദ്ധിക്കണില്ലേ? അടിസ്ഥാനം. വൽ അസ്ലു ഫിൽ അബ്ദാഇ, ഗുഹ്യാവയവങ്ങളിൽ, ഫർജുകളിൽ എന്ന് പറഞ്ഞാൽ ഒരു സ്ത്രീയുമായിട്ട് വേഴ്ച നടത്താൻ. ഇപ്പോൾ സ്ത്രീകൾ
അതേപോലെ തന്നെ വല്ലുഹൂമി, ഇറച്ചി എല്ലാ ഇറച്ചിയും ഹലാലാകൂലല്ലോ. ഇറച്ചി ഹലാലായ ഇറച്ചിയാണ് എന്നുള്ളതിന് എന്ത് വേണം? തെളിവ് വേണം. വന്നഫ്സി, അതുപോലെ തന്നെ ഒരാളുടെ ദേഹം, വല്ലംവാൽ, സമ്പത്ത്. അത് ആർക്കുള്ള സമ്പത്ത്? ലിൽ മഅസൂമി, മഅസൂമായ, അതായത് അയാളുടെ രക്തവും പണവും എന്താ പറയുക, അയാളുടെ ദേഹവും അള്ളാഹു ഇസ്മത്ത് കൊടുത്ത, ഇപ്പോൾ മുസ്ലിമീങ്ങൾ, അതുപോലെ തന്നെ നമ്മളോട് സന്ധിയിലുള്ള മറ്റ് അമുസ്ലിമീങ്ങൾ, ഇവരൊക്കെയാണ് മഅസൂമീങ്ങൾ. വിശദമായിട്ട് പറയും. ഇവരുടെയൊക്കെ ദേഹവും അവരുടെയൊക്കെ സമ്പത്തും ഇതൊക്കെ ഹറാമാണ് എന്ന് പറഞ്ഞാൽ അതൊന്നും നമുക്ക് ഉപയോഗിക്കാൻ പാടില്ല. ഈ പറയപ്പെട്ട 4 കാര്യങ്ങളും ഒന്നും അടിസ്ഥാനപരമായി ഹറാമാണ്. ഇനി ഹലാലായതാണ് എന്നുള്ളതിന് പ്രത്യേകം തെളിവ് വേണം. അതാണ് അതിൻ്റെ അടിസ്ഥാനമൊക്കെ. അതിൻ്റെ അസ്ലു എന്താണെന്നാണ് അടുത്ത വരിയിൽ പറയുന്നത്. അൽ അസ്ലു തഹ്രീമുഹാ, ഇവയൊക്കെ ഹറാമാകുന്നു. ഹത്ത യജി അൽ ഹല്ലു, ഏതുവരെ? അനുമതി വരുന്നത് വരെ. ഫഫ്ഹം, നീ മനസ്സിലാക്കണം. ഹദാക്കല്ലാ, അള്ളാഹു നിനക്ക് ഹിദായത്ത് തരട്ടെ. അത് ഒരു പ്രാർത്ഥിച്ചതാണ്, ഇടയ്ക്ക് ഒന്ന് പ്രാർത്ഥിച്ചതാണ്. ഹദാക്കല്ലാ, അള്ളാഹു നിനക്ക് ഹിദായത്ത് തരട്ടെ, അള്ളാഹു നിന്നെ നേർമാർഗത്തിലാക്കട്ടെ. ഫഫ്ഹം, നീ എന്താണ് മനസ്സിലാക്കേണ്ടത്? മാ യുമല്ലു, മടുപ്പുണ്ടാക്കുന്ന കാര്യങ്ങളൊക്കെ നീ മനസ്സിലാക്കണം. അപ്പം ഇൽമു പഠിക്കുമ്പോൾ കുറച്ച് പ്രയാസം ഉണ്ടാവുമെന്ന് അറിയിക്കാൻ വേണ്ടി കൊണ്ടുവന്നതാണ്. പിന്നെ ആ ബൈത്തൊപ്പിക്കാൻ വേണ്ടി പറഞ്ഞതാണ്. എന്താകട്ടെ, അവ നമുക്കിത് വിശദമായിട്ടൊന്ന് മനസ്സിലാക്കാം. അടിസ്ഥാനപരമായി നമ്മൾ മനസ്സിലാക്കേണ്ടത് ഏത് കാര്യവും നമുക്ക് ഹലാലാണ് എന്നുള്ളതാണ് അടിസ്ഥാനപരമായി അസ്ലി. ഇതല്ല കേട്ടോ, പൊതുവെ ഭൂമിയിലുള്ള ഏത് വസ്തുക്കളും അള്ളാഹു സുബ്ഹാനഹു വ തആല അത് ഹലാലാണോ ഹറാമാണോ എന്ന് പറഞ്ഞിട്ടില്ല എങ്കിൽ അത് ഹലാലാണെന്നുള്ളതാണ് അസ്ലി, അടിസ്ഥാനം എന്തും. കാരണം അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് ഹുവല്ലദീ ഖലഖ ലകും മാ ഫിൽ അർളി ജമീഅ, അള്ളാഹുവിനെ സംബന്ധിച്ച് പറയുകയാണ്. അള്ളാഹു ആണ് നിങ്ങൾക്ക് ദുനിയാവിലുള്ള അല്ലെങ്കിൽ ഭൂമിയിലുള്ള മുഴുവൻ കാര്യങ്ങളും നിങ്ങൾക്ക് വേണ്ടി ഖലഖ ലക്കും എന്ന് അള്ളാഹു പറഞ്ഞു. എല്ലാ കാര്യങ്ങളും അള്ളാഹു നമുക്ക് വേണ്ടി സൃഷ്ടിച്ചതാണ്. അപ്പോൾ ആ ലാമിൻ്റെ അർത്ഥമാണ് നമുക്ക് ലക്കും എന്നാണല്ലോ, നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് ഇതൊക്കെ. അപ്പം നമുക്കൊക്കെ അനുവദിക്കപ്പെട്ടതാണ്. ഈ അനുവദിക്കപ്പെടാത്ത കാര്യങ്ങളുണ്ടെങ്കിൽ പ്രത്യേകം എന്ത് വരും? അള്ളാഹു പറയും ഇത് അനുവദിക്കപ്പെട്ടതല്ല എന്ന് പറയും. അപ്പം അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പല കാര്യങ്ങൾ, എല്ലാ കാര്യങ്ങളും അതുകൊണ്ട് ഉപകാരമെടുക്കാനുള്ള അനുമതി തന്നിട്ടുണ്ട്. അപ്പോഴേ അള്ളാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹം പൂർത്തിയാവുകയുള്ളൂ. അത് ഭക്ഷണത്തിൻ്റെ കാര്യമാണെങ്കിലും എന്താണെങ്കിലും അങ്ങനെ തന്നെയാണ്. ഇനി ഒരുപാട് ആയത്തുകൾ അതിന് തെളിവുണ്ട്. ഞാനിപ്പോൾ ഒരു ആയത്ത് പറഞ്ഞല്ലോ. നമ്മുടെ ഈ ഖാഇദയിലേക്ക് വന്നാൽ 3 വസ്തുക്കൾ അതിൻ്റെ അടിസ്ഥാനം, അതിൻ്റെ ഹുക്മു, വിധി ഹദറാണ്, അതായത് ഹറാമാണ്, മൻആണ്, തടയപ്പെട്ടതാണ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ളതാണ്. അതിലൊന്ന് അൽ അബ്ളാഉ എന്ന് പറഞ്ഞാൽ പിന്നെ ഗുഹ്യാവയം, നമ്മുടെ സ്ത്രീകളുടെ ഫർജാണ് ഉദ്ദേശിക്കുന്നത്. അത് നമുക്ക് അനുവദിക്കപ്പെടണമെങ്കിൽ പ്രത്യേകം എന്ത് വേണം? നമുക്ക് ഹലാലായി എന്നുള്ളതിന് ഉറപ്പ് വേണം. നമ്മൾ കല്യാണം കഴിക്കണം. അല്ലാത്തിടത്തോളം കാലം നമുക്ക് അനുവദിക്കപ്പെടുകയില്ല, അത് ഹറാമാണെന്നുള്ളതാണ്. ഞാൻ ഒരു ഖായിദയുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കുകയാണെങ്കിൽ, ഇപ്പോൾ ഒരു മനുഷ്യൻ, അയാൾക്ക് സംശയം വന്നു. ഒരു സ്ത്രീയുണ്ട്, ഒരു 8 സ്ത്രീകളുണ്ട്. 8 സ്ത്രീകൾ. എത്ര സ്ത്രീകളുണ്ട്? 8 സ്ത്രീകൾ. ഈ 8 സ്ത്രീകളിൽ ഒരു സ്ത്രീ തൻ്റെ മുലകുടി ബന്ധത്തിലുള്ള സഹോദരിയാണ്. മുലകുടി ബന്ധത്തിലുള്ള സഹോദരി കല്യാണം കഴിക്കാൻ പറ്റുമോ? ഇല്ല. സഹോദരിയാണല്ലോ. സഹോദരനെ കല്യാണം കഴിക്കാൻ പറ്റുമോ? ഇല്ല. സഹോദരിയെ കല്യാണം കഴിക്കാൻ പാടില്ല. പക്ഷേ ഇയാൾക്ക് അറിയില്ല ഇതിൽ ഏത് സ്ത്രീയാണ് മുലകുടി ബന്ധത്തിൽ എൻ്റെ സഹോദരി എന്ന് അയാൾക്ക് അറിയുകയില്ല. അപ്പം അയാൾ ഈ 8 സ്ത്രീകളിൽ കല്യാണം കഴിക്കാൻ പാടില്ല. കാരണം അനുവദിക്കപ്പെടുക എന്നുള്ളതല്ല അസല്, അനുവദിക്കപ്പെട്ടു എന്നുള്ളതല്ല അടിസ്ഥാനം. അനുവദിക്കപ്പെട്ടതല്ല എന്നുള്ളിടത്താണുള്ളത് എന്നുള്ളത് കൊണ്ട്
അപ്പം അത് 8, 9 നമുക്ക് എണ്ണി തിട്ടപ്പെടുത്താൻ കഴിയുന്ന ഒരു കൂട്ടം സ്ത്രീകളാണെങ്കിൽ അത് ഇൻഷാ അല്ലാഹ് അടുത്തത് വരും. പിന്നെ ഒരു മനുഷ്യൻ സംശയിക്കുകയാണ്, ഞാൻ ഇപ്പം നിക്കാഹ് കഴിച്ച് അഖദ് എന്താ പറയുക എനിക്ക് ബന്ധം ഉറപ്പിച്ച് തന്നത് ആ കരാറുള്ളത് അത് പിന്നെ സാറയാണോ സൂറയാണോ ആയിഷയാണോ ഫാത്തിമയാണോ, 2 സ്ത്രീ ഉണ്ട് അറിയില്ല, ആയിഷയാണോ ഫാത്തിമയാണോ എന്ന് അറിയില്ല, എന്താ ചെയ്യുക? ഹിന്ദാണോ ആയിഷയാണോ? 2 ആളെ ഒഴിവാക്കുക, 2 ആളെയും ഒഴിവാക്കുക, ഉപയോഗിക്കാൻ പാടില്ല. കാരണം അസിൽ എന്താണ്? ഇവർ അനുവദിക്കപ്പെട്ടതല്ല. ഇനി ദീന് അനുവദിച്ചു കൊടുക്കും. അതെപ്പോ 2 സന്ദർഭങ്ങളിൽ. ഒന്ന് പിന്നെ സംശയം, ചെറിയൊരു സംശയം മാത്രമേ ഉള്ളൂ, ഇതുപോലെ അനുവദിക്കപ്പെട്ടതാണോ അനുവദിക്കപ്പെട്ടതല്ലേ എന്നുള്ളത്. പിന്നെ ചെറിയൊരു സംശയമുണ്ട്, അത്രമാത്രം, വേറൊന്നുമില്ല. എന്താ പറയുക, ഒരു ഉറപ്പും കാര്യങ്ങളൊന്നുമില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, അള്ളാഹ് നമുക്ക് മുഹറമാത്തുകളെ എണ്ണീട്ട് അള്ളാഹ് പറഞ്ഞത്, ഇപ്പം ഇന്നാളെ കല്യാണം കഴിക്കാൻ പാടില്ല, ഇന്നാളെ കല്യാണം കഴിക്കാൻ പാടില്ല എന്നൊക്കെ അള്ളാഹ് പറഞ്ഞ് എണ്ണീട്ട് സൂറത്തുൻ നിസായിൽ അള്ളാഹ് പറഞ്ഞത് വഹില്ല ലക്കും മാ വറാഅ ദാലിക്കും, അതിനപ്പുറത്തുള്ള അള്ളാഹ് നിങ്ങൾക്ക് എന്ത് തന്നിട്ടുണ്ട്? അനുവദിച്ച് തന്നിട്ടുണ്ട് എന്നുള്ളതാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് എന്ത് ചെയ്യാം? മറ്റു സ്ത്രീകളെ കല്യാണം കഴിക്കാം, ഒരു ചെറിയ ശക്കാണെങ്കിൽ. ഇനി മറ്റൊരു ഇതിൽ നിന്ന് പുറത്തു പോകുന്ന ഒന്നാണ്, ഇപ്പോൾ ഈ നാട്ടിലുള്ള നമുക്ക് എണ്ണി തിട്ടപ്പെടുത്താൻ കഴിയാത്ത സ്ത്രീകൾ, ഏതോ ഒരു സ്ത്രീ എന്താണ് മുലകുടി ബന്ധത്തിലുള്ള സഹോദരിയാണ്. അപ്പോൾ നമ്മൾ ഈ നാട്ടിൽ തന്നെ കല്യാണം കഴിക്കാൻ പാടില്ല പറഞ്ഞാൽ പിന്നെ അയാൾക്ക് പെണ്ണിട്ടുണ്ടാവില്ല, പെണ്ണിട്ടൽ സാധിക്കലുണ്ടാവില്ല. അപ്പം അവിടെയൊക്കെ ദീൻ അനുവദിച്ചു കൊടുക്കും, എന്ത് ചെയ്യുക? കല്യാണം കഴിക്കാം. പിന്നെ ഉറപ്പ് വന്നാൽ എന്ത് ചെയ്യുക? ഒഴിവാക്കുക എന്നുള്ളതല്ലാതെ ഇപ്പം നമ്മൾ പറയാണ് മലപ്പുറത്ത് അല്ലെങ്കിൽ കേരളത്തിൽ എവിടെ ഇയാളെ മുലകുടി ബന്ധത്തിലുള്ളൊരു സഹോദരി ഉണ്ട്, അപ്പോൾ അയാളോട് പറയാൻ പറ്റുമോ ഇത് കേരളത്തിൽ നിന്ന് പെണ്ണിട്ടാൻ പറ്റില്ല? ഇല്ല, ആരും ആവാം എന്നുള്ളതുകൊണ്ട്. അപ്പം അതൊരു കുടുക്കുണ്ടാക്കലാകും. ദീൻ എളുപ്പമുണ്ടാക്കലാണല്ലോ. ദീൻ്റെ കായികം എന്തിനാണ്? എളുപ്പം തരിക എന്നുള്ളതാണ്. അപ്പോൾ ഇടങ്ങേറുണ്ടാക്കുക എന്നുള്ളത് ദീനിൽ പെട്ടതല്ല. അപ്പോൾ ചുരുക്കത്തിൽ ഒരു പിന്നെ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് അത് ഹലാലല്ല, ഒരു സ്ത്രീയെ ഉപയോഗിക്കാൻ പാടില്ല, അല്ലെങ്കിൽ ആ രൂപത്തിൽ അവരുടെ ഫർജ്, അവരുടെ ഗുഹ്യായ നമുക്ക് അനുവദിക്കപ്പെട്ടതല്ല എന്നുള്ളതാണ് അസല്. ആണ് എന്നുള്ളതിന് പ്രത്യേകം തെളിവാണ്. നമ്മൾ കല്യാണം കഴിച്ച് ഇന്ന ആളുടെ മകളെ അല്ലെങ്കിൽ ഇന്ന ആളുടെ സഹോദരി നമുക്ക് പ്രത്യേകം കല്യാണം കഴിച്ച് തന്ന് നമുക്ക് ഉറപ്പിച്ച് നമ്മുടെ ഭാര്യയായി ഇണയാക്കി ചേർത്ത് തന്നാൽ അവരുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാമെന്നല്ലാതെ മറ്റൊന്നും അനുവദിക്കപ്പെട്ടതല്ല എന്ന് സൂചിപ്പിക്കുകയാണ്. അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ ആ മുലകുടി ബന്ധവുമായി ബന്ധപ്പെട്ട മസാലകളൊക്കെ അങ്ങനെ തന്നെ മനസ്സിലാക്കുക. ഇനി അടുത്തത്, ഇതാണ് ഒന്ന് പറഞ്ഞത്. രണ്ടാമത് പറയാനുള്ളത് ലുഹൂം, ഇറച്ചികൾ. എല്ലാത്തിൻ്റെ ഇറച്ചി നമുക്ക് തിന്നാൻ പറ്റുമോ? ഇല്ല, നമുക്ക് തിന്നാൻ പറ്റുന്ന ഇറച്ചിയുണ്ട്, തിന്നാൻ പറ്റാത്ത അല്ലാഹു സുബ്ഹാനഹു വ തആല ഹറാമാക്കിയ ഇറച്ചികളൊക്കെ ഉണ്ട്. ഇപ്പം ശവം ചത്തടക്കണം, അതിൻ്റെ ഇറച്ചി തിന്നാൻ പറ്റുമോ? ശവത്തിൻ്റെ ഇറച്ചി തിന്നാൻ പറ്റുമോ? ഇല്ല, അല്ലാഹു സുബ്ഹാനഹു വ തആല മൈത്തത്തെ ഹറാമാക്കിയിട്ടുണ്ട്. അപ്പോൾ അസ്ല് ഹറാമാണെന്നുള്ളതാണ്. നമുക്കിപ്പോൾ ഒരു ഇറച്ചി വീണിട്ടി കളഞ്ഞിട്ടി നമുക്ക് സംശയമാണ്, ഇതിപ്പോൾ ഇനി അറുത്തിറച്ചിയാവോ അതോ ചത്തുപോയതിൻ്റെ ഇറച്ചിയാവോ? അർത്താല് ഹലാലാവുന്നതാണല്ലോ, ബിസ്മിയല്ലേ അർത്താൽ എന്താകും? ഹലാലാകുന്ന മൃഗങ്ങളുണ്ട്. നമുക്ക് സംശയമാണ്, എന്താ ഇതിപ്പോൾ എവിടെ തട്ടി ഇറച്ചിയാണ്, ഉപയോഗിക്കാൻ പാടില്ല. കാരണം അതിൻ്റെ അസ്ലം എന്താണ്? ഹറാമാണെന്നുള്ള. അനുവദിക്കപ്പെട്ടിന് എന്ത് വേണം? മറ്റിൻ്റെ പോലെയല്ല, മറ്റേ വെള്ളം കണ്ടാൽ നമുക്ക് വെള്ളം ഉപയോഗിക്കാനും ഇത് ഉപയോഗിക്കരുതെന്നാണ്. ഇപ്പോൾ ഒരാളുടെ സംശയമായി, എന്താ പറയുക, ഇത് അറുത്തതാണോ അതോ ശവത്തിൻ്റെ ഇറച്ചിയാണോ? അപ്പോൾ നമുക്ക് അറിയില്ലെങ്കിൽ ഒഴിവാക്കുക എന്നുള്ളതല്ലാതെ വേറൊന്നുമില്ല. കാരണം അവിടെയുള്ള അതാണല്ലോ സൂക്ഷ്മത. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമേനെ പറഞ്ഞു കാണാം. അപ്പോൾ ഒരാൾ വേട്ടയാടാൻ പോകുമ്പോൾ അനുവദിക്കപ്പെട്ടതും അനുവദിക്കപ്പെടാത്തതും ഉണ്ട്. ഒരാളിപ്പോൾ അയാൾ ബിസ്മില്ലി അമ്പ് ചെയ്താണെങ്കിൽ എന്ത് ചെയ്യുക? ആ അമ്പ് കൊണ്ട് മരിച്ചതാണെങ്കിൽ എന്ത് ചെയ്യാം? കഴിക്കാം. ഇനി ഒരാൾ അമ്പ് ചെയ്തു, ഒരു വേട്ടമൃഗത്തിന് അമ്പ് ചെയ്തു, പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് അത് വെള്ളത്തിൽ മുങ്ങി മരിച്ചത് കണ്ടു, അമ്പുണ്ട്. പക്ഷെ റസൂലുള്ളാഹി പറഞ്ഞ എന്താണ്? നിന്റെ അമ്പ് കൊണ്ടാണോ അത് മരിച്ചത് അതാ വെള്ളത്തിൽ മുങ്ങിയിട്ടാണോ മരിച്ചതെന്ന് അറിയില്ലല്ലോ, അതുകൊണ്ട് ഉപയോഗിക്കാൻ പാടില്ല. അതൊക്കെ സൂക്ഷ്മതയാണ്, സൂക്ഷ്മതയുടെ ഭാഗമാണ്. പിന്നെ അങ്ങനെ തന്നെയാണ് ഇത് നമ്മളെ പഠിപ്പിക്കുന്നതും. ഇനി നമുക്ക് ഒരു സംശയമില്ല, എന്താ പറയുക, ശുഭഹത്തും അതുപോലെ തന്നെ ആശയക്കുഴപ്പമൊന്നുമില്ല, നമുക്ക് ഉറപ്പാണ്
എങ്കിൽ പിന്നെ ചർച്ചല്ല. ഹറാമിൻ്റെ മറ്റു കാരണങ്ങളൊന്നും ഇല്ലെങ്കിൽ അത് ഹലാലാണെന്നുള്ളതാണ്. കാരണം നമുക്ക് അനുവദിച്ച് വന്നതാണല്ലോ ഇറച്ചിയൊക്കെ. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ ജിറാഫിൻ്റെ ഇറച്ചി അത് അനുവദിക്കപ്പെട്ടതാണ്. കാരണം അത് വന്യമൃഗത്തിൽ അല്ലെങ്കിൽ ആ രൂപത്തിൽ എന്തിൻ്റെ ജിറാഫിൻ്റെ ഇറച്ചി അറിയുമ്പോൾ പല ആളുകളും ചിരിക്കുക. സുബ്ഹാനല്ലാഹ്. നമ്മളെ നാട്ടിലല്ല കേട്ടോ, ചിലപ്പോൾ ഹദീസിലുണ്ട്. അല്ലാഹു അലം. ആയിക്കോട്ടെ. ഇനി അടുത്തത് മൂന്നാമത്തത് പറഞ്ഞത് എന്താ പറയുക, മഅസൂമായ ഒരാൾ. മഅസൂമായ ആളെന്ന് പറഞ്ഞാൽ അയാളുടെ രക്തവും അയാളുടെ സമ്പത്തും അള്ള സംരക്ഷണം കൊടുത്ത ആൾ. അതാരൊക്കെയാണ്? ഒന്ന് മുസ്ലിം, മുസ്ലിമിൻ്റെ പണം, മുസ്ലിമിൻ്റെ സമ്പത്ത്, മുസ്ലിമിൻ്റെ ദേഹം, അവൻ്റെ ശരീരം അത് പവിത്രമാണ്. പവിത്രമാണെന്ന് പറഞ്ഞാൽ നമുക്ക് ഉപയോഗിക്കാൻ പാടില്ല. ഒരാളുടെ പറമ്പിൽ കയറി തേങ്ങ എടുക്കാൻ പാടില്ല. കാരണം അത് അയാളുടെ സമ്പത്താണ്. അതിൻ്റെ അടിസ്ഥാനം എന്താണ്? ഹറാമാണ് എന്നുള്ളതാണ്. കാരണം അതിന് പവിത്രത ഉണ്ട് എന്ന് നമ്മൾ ഭാഷയിൽ പറഞ്ഞാൽ പവിത്രത ഉണ്ട്, അതിന് ഹുർമത്തുണ്ട്. അള്ളാഹ് അത് കൊടുത്തിട്ടുണ്ട്. മഅസൂമായ ഒരാൾ ഒന്ന് മുസ്ലിമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞല്ലോ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമനെ ഒരുപാട് പവിത്രത കൊടുത്തിട്ടുണ്ട് പിന്നെ ഹദീസുകളിൽ. അപ്പം അത് വ്യക്തമാണ്. മറ്റൊരു മഅസൂമായ ആളാരാണ്? കാഫിർ, മുവാഹിദ് പറയും. അവിശ്വാസിയാണ്, മുസ്ലിമൊന്നുമല്ല. പക്ഷെ അയാളും മുസ്ലിങ്ങളും തമ്മിൽ കരാറുണ്ട്. അങ്ങനെയാണ് ജീവിച്ചു പോണത്. ഇപ്പം നമ്മുടെ നാട്ടിലൊക്കെ ഉള്ളത് പോലെ അങ്ങനെയാണ് ജീവിച്ചു പോണത്. ആ ഒരു കരാറിലാണ് ജീവിച്ചു പോണത്. ഒരിക്കലും അയാളുടെ പണവും അയാളുടെ ദേഹവും അയാളുടെ പിന്നെ അഭിമാനവും ഒന്നും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, പിച്ചു ചീന്താൻ കഴിയില്ല. അനുവദിക്കപ്പെടാം, മുസ്ലിമിൻ്റെനല്ലേ അതുള്ളൂ എന്ന് പറഞ്ഞിട്ട് മറ്റൊരാളുടെ വീട്ടിൽ കയറി എന്തെടുക്കാൻ പറ്റില്ല, നമുക്ക് അനുവദിക്കപ്പെട്ടാണെന്ന് പറയാൻ പറ്റില്ല. അങ്ങനെയല്ല. അവരുടെ മുആഹദാണെങ്കിൽ നമ്മൾ തമ്മിൽ കരാറുള്ളതാണല്ലോ, അങ്ങനെയാണ് നമ്മൾ ജീവിച്ചു പോണത്. ഒരിക്കലും അനുവദിക്കപ്പെടുകയില്ല. അതും മഅസൂമിൻ്റെ ആയിട്ട് തന്നെയാണ് പരിഗണിക്കുക. പിന്നെ ദിമ്മി, അതൊരു പിന്നെ മുസ്ലിമീങ്ങളുടെ നാട്ടിൽ എന്താ പറയുക, ഈ കപ്പം കൊടുത്തൊക്കെ ജീവിക്കുന്ന കാഫിറുകൾ ഉണ്ടാവും. അവരും ഇതന്നെയാണ്, ഈ രൂപത്തിൽ തന്നെയാണ് എണ്ണപ്പെട്ടിട്ടുള്ളത്. പിന്നെ മുസ്തഅമൻ എന്ന് പറഞ്ഞാൽ സംരക്ഷണം കൊടുത്തിട്ടുണ്ട് മുസ്ലിമീങ്ങൾ അയാൾക്ക്. അയാൾ ആരുടെ സംരക്ഷണത്തിലാണ്? മുസ്ലിങ്ങളുടെ സംരക്ഷണത്തിലുള്ള ആളാണ്. ഒരാൾ അമാൻ കൊടുത്തിട്ടുണ്ട്, ഇയാളൊന്നും ചെയ്യാൻ പാടില്ല. പിന്നെ അപ്പോൾ ഈ ഒരു ഇവരൊക്കെ ആരാണ്? മഅസൂമീങ്ങളാണ്. ഒരു മഅസൂമായ ഒരാളുടെ സമ്പത്ത്, അയാളുടെ ദേഹം അയാൾ കയറി ഉപദ്രവിക്കാനോ അയാളുടെ സമ്പത്ത് എടുക്കാനോ അനുവദിക്കപ്പെട്ടതല്ല. അതിൻ്റെ അടിസ്ഥാനം എന്താണ്? ഹറാമാണെന്നുള്ളതാണ്. അപ്പം അല്ലാഹു സുബ്ഹാനഹു വ തആല ഭൂമിയിലുള്ളത് മുഴുവൻ നമുക്ക് വേണ്ടി സൃഷ്ടിച്ചതാണല്ലോ എന്നും പറഞ്ഞുകാണ്ട് അയൽവാസിൻ്റെ പറമ്പിൽ കയറിയിട്ട് നമുക്ക് തോന്നിയതെടുക്കാൻ പറ്റൂല. അയാളുടെ സമ്പത്ത്, അയാളുടെ ദേഹമൊക്കെ അള്ള പവിത്രത കൊടുത്തതാണ്. അപ്പോൾ ഇത് നമ്മൾ ആ ഖായിദ മനസ്സിലാക്കുമ്പോൾ, ഏത് അൽ യഖീനു, നമുക്ക് ഉറപ്പുള്ളൊരു കാര്യം, ലാ യസൂലു, അത് നീങ്ങുകയില്ല, ബിശക്കി, സംശയം കൊണ്ട് നീങ്ങുകയില്ല എന്നുള്ളതിൻ്റെ ബാക്കി പത്രമായിട്ട് നമ്മളിതൊക്കെ മനസ്സിലാക്കണം. ശരിക്കും നിങ്ങൾ ആലോചിച്ച് നോക്കി, ഇത്രയും ഡീപ്പായിട്ട് നമ്മൾ മനസ്സിലാക്കുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിന് പുതിയ, നമ്മൾ എന്ത് കാര്യം ചെയ്യുമ്പോൾ നമുക്ക് എന്തുണ്ടാവും? ഒരടിസ്ഥാനം ഉണ്ടാവും. അത് അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ്, ഇതിങ്ങനെ ചെയ്യാൻ പാടുന്നുള്ളതാണ്. അത് നമ്മൾ മതം പഠിക്കാത്തത് കൊണ്ടാണ് പലത്തും നമുക്ക് എന്ത് വരുന്നത്. ഇതന്നെ നമ്മൾ പറഞ്ഞല്ലോ, മതം പഠിക്കുക എന്നുള്ളതിൻ്റെ ഒരു കടലിൻ്റെ ഓരത്തു കൂടി നടക്കുക നമ്മൾ ചെയ്യുന്നുള്ളൂ, നമ്മൾ ഇറങ്ങിയിട്ടും കൂടി ഇല്ല. അപ്പം എത്ര ഉണ്ടാവും? ഞാനതിനെ സങ്കീർണമാക്കല്ല, ഭയങ്കര കുടിച്ചാണ്. ദീൻ പഠിക്കൽ എളുപ്പമാണ്, മതം പഠിക്കൽ എളുപ്പമാണ്. പക്ഷെ ആർക്ക്? അള്ള എളുപ്പമായി കൊടുത്തവന്. ആർക്ക്? ദീൻ പഠിക്കൽ വളരെ എളുപ്പമാണ്. ആർക്ക്? അള്ളാഹു എളുപ്പമാക്കി കൊടുത്തത്. അപ്പോൾ മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു ആണ് എന്നാണ് എൻ്റെ ഓർമ്മ. അദ്ദേഹം പറഞ്ഞു, റസൂലുള്ളാഹി എനിക്ക് സ്വർഗത്തിൽ പോകണം, നരകത്തിൽ നിന്ന് കഴിച്ചിലാവണ ഒരു കർമ്മം പഠിപ്പിച്ചു തരണം, കുറച്ച് കർമ്മങ്ങൾ പഠിപ്പിച്ചു തരണം എന്ന് പറഞ്ഞു. അപ്പോൾ റസൂലുള്ളാഹി പറഞ്ഞു, ഇന്നഹു ലയസീറുൻ, അത് വളരെ എളുപ്പമാണ്. പക്ഷെ അലാ മൻ യസ്സറഹുല്ലാഹു തആല അലൈഹി, അള്ളാഹ് ആർക്കാണ് എളുപ്പമാക്കി കൊടുത്തത് ഓൾക്ക് ഭയങ്കര എളുപ്പമാണ്. അതേപോലെ തന്നെയാണ് ദീനീ പഠനവും. അള്ളാഹ് എളുപ്പമാക്കി കൊടുത്തു, ഭയങ്കര എളുപ്പമാണ്, പക്ഷെ അള്ളാഹ് എളുപ്പമാക്കി കൊടുക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ.
അപ്പം നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഈ കർമ്മശാസ്ത്രത്തിൻ്റെ കായികകളൊക്കെ. നമ്മുടെ ദൈനംദിന ജീവിതവുമായി ബന്ധപ്പെട്ട് നമ്മൾ ഇടപെടുന്ന മേഖലകളാണെന്നാണ് സൂചിപ്പിക്കാനുള്ളത്. ഇൻഷാ അല്ലാഹ് അടുത്തതൊരു വേറൊരു വിഷയമാണ്. പിന്നെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഇൻഷാ അല്ലാഹ് അത് ചർച്ച ചെയ്യാം. അല്ലാഹു സുബ്ഹാനഹു വ തആല ദീന് ആഴത്തിൽ പഠിക്കാനുള്ള വിവേകവും അതുപോലെ തന്നെ ബുദ്ധിയും തൗഫീഖും എനിക്കും നിങ്ങൾക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളിന്ന് വന്നുപോയ സംസാരത്തിൽ വന്നുപോയ അപാകതകളൊക്കെ റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് പുറത്തു മാപ്പാക്കി തരട്ടെ. ഹാദാ വല്ലാഹു അലം വസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വലിസായിരിൽ മുസ്ലിമീന മിൻ കുല്ലി ദംബിൻ ഫസ്തഗ്ഫിറൂഹു ഇന്നഹുൽ ഗഫൂറുർ റഹീം. വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദ് വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സുബ്ഹാനകല്ലാഹുമ്മ ബിഹംദിക അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്.